ഹലോ ഫ്രണ്ട്സ്, വണ്ടി മാരുതി റിറ്റ്സ് ആണ്. 2009 മോഡലാണ് വണ്ടി. ഇതിൽ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഞ്ചിൻ വാർണിംഗ് ലൈറ്റ് ഉണ്ടായിരുന്നു, അത് ഞാനിപ്പോൾ ക്ലിയർ ചെയ്തതാണ്. ആ ഒരു കംപ്ലയിൻറ്റ്, അതുമാത്രമല്ല ടെമ്പറേച്ചർ കയറുന്നതായിട്ട് കസ്റ്റമർ കംപ്ലയിൻറ്റ് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ജനറൽ സർവീസ് ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ നമ്മൾ എഞ്ചിൻ വാർണിംഗ് ലൈറ്റും ടെമ്പറേച്ചറിൻ്റെയും നോക്കിയപ്പോൾ ഒന്ന് ഓവർ ഹീറ്റ് ആയതിൻ്റെ ഒരു ഹിസ്റ്ററി വന്ന് കിടക്കണ്ടായിരുന്നു. ഹിസ്റ്ററി ആയിട്ടാണ് കിടക്കുന്നത്, കറണ്ടിലല്ല. പിന്നെ ഫാന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കുമ്പോൾ റേഡിയേറ്ററിൻ്റെ ഫാന് സ്ലോ സ്പീഡോ ഹൈ സ്പീഡും റേഡിയേറ്ററിൻ്റെ ഫാനെല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ എങ്കിൽ തെർമോസ്റ്റാറ്റിൻ്റെ വാൾവിൻ്റെ അവിടെ ചെറിയൊരു ലീക്കായിട്ട് കാണുന്നുണ്ട്. തെർമോസ്റ്റാറ്റ് വാൾവിൻ്റെ ആ ടോപ്പിലൊരു ചെറിയൊരു പൈപ്പ് വരും, മറ്റേ റിസർവർ ടാങ്കിൽ നിന്ന് വരുന്ന ഒരു പൈപ്പ് ലൈൻ. അവിടെ നിന്ന് ഒരു ചെറിയൊരു ലീക്ക് കാണുന്നുണ്ട്. അപ്പോൾ ആ ലീക്ക് വഴി കുറേ ഓടുമ്പോൾ വെള്ളം ഡ്രെയിൻ ആയിട്ടാണ് ആ ടെമ്പറേച്ചർ കയറുന്നത്. പക്ഷേങ്കിൽ കസ്റ്റമർ പറഞ്ഞത് ഇതുപോലെ തന്നെ ഓവർ ടെമ്പറേച്ചർ കയറി ഓവർ ഹീറ്റ് ആയിട്ട് വാർണിംഗ് ലൈറ്റ് കത്തിയപ്പോൾ എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം ഒന്ന് റേഡിയേറ്ററിലെ വെള്ളം നോക്കുമെന്ന് പറഞ്ഞപ്പോൾ വെള്ളം കുറവാണ്, ഒരു 3 ലിറ്ററോളം പിടിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പം ആ 3 ലിറ്റർ ഒഴിച്ചതിന് ശേഷം പിന്നെ കംപ്ലയിൻറ്റ് കാണിച്ചിട്ടില്ല. അപ്പോൾ ഇതാണ് കംപ്ലയിൻറ്റ്. ആ വെള്ളമില്ലാത്തത് ടെമ്പറേച്ചർ കയറിയതാണ് കംപ്ലയിൻ്റ് ആയിരിക്കുന്നത്. വണ്ടി 1,87,000 കിലോമീറ്റർ ഓടിയിട്ടുമുണ്ട്. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ EGR കൺട്രോളിൻ്റെ ഒരു കംപ്ലയിൻറ്റ് കറണ്ടിൽ കിടക്കുന്നുണ്ട്. കണ്ടില്ലേ, EGR കൺട്രോൾ സർക്യൂട്ട് അത് കറണ്ടിൽ കിടക്കുന്നത് വെച്ചാൽ EGRൻ്റെ വാൾവിൻ്റെ ആ ലൈൻ എന്തോ ഒരു ഫോൾട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം, എന്തെങ്കിലും ഇനിയിപ്പോൾ പൊട്ട് പിടിക്കുക അല്ലെങ്കിൽ ക്രാക്കാക്കുക എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാകും, അതുകൊണ്ടാണ് കോഡ് വന്നിരിക്കുന്നത്. പക്ഷേ ഈ ഒരു കംപ്ലയിൻറ്റ് കൊണ്ട് വണ്ടി ഓടിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. വാർണിംഗ് ലൈറ്റ് വന്നാലും വണ്ടി ഓടിക്കാം. എന്തായാലും നമുക്കത് ക്ലിയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ലീക്കും കൂടെ എവിടെ നിന്നാണെന്നുള്ളത് കറക്റ്റായിട്ട് ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഇതാണ്ടല്ലേ, ഈ ഭാഗത്തു നിന്നാണ് ലീക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ചെറിയ ലീക്കാണ്, അത് കുറേ ഓടുമ്പോൾ അങ്ങനെ ഓടി 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 ഫുള്ളായിട്ട് ഡ്രെയിൻ ആവുകയാണ് കൂളൻ്റ്. അങ്ങനെയാണ് ടെമ്പറേച്ചർ കയറുന്നത്. എന്തായാലും നമുക്കതൊന്ന് അഴിച്ചിട്ട് ഒന്ന് കറക്റ്റ് ചെയ്ത് തെർമോസ്റ്റാറ്റ് വാൾവ് മാറ്റേണ്ടി വരും. അത് അഴിച്ചു കഴിഞ്ഞാൽ എന്തായാലും മാറ്റേണ്ടി വരും അത്. അപ്പോൾ എന്തായാലും തെർമോസ്റ്റാറ്റ് വാൾവ് നമുക്കതിനകത്ത് മാറ്റാം. അതുപോലെ തന്നെ വണ്ടി ഓടിക്കുമ്പോൾ ഇതിൽ മറ്റേ റിയർ വീൽ ബാരിങ്ങിൻ്റെ സൗണ്ടും ഹെവി ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. റിയറാണോ ഫ്രണ്ടാണോ എനിക്ക് കറക്റ്റ് കിട്ടുന്നില്ല. മഴയുള്ളതുകൊണ്ട് വെള്ളത്തിൻ്റെ സൗണ്ടും കൊണ്ട് എനിക്ക് ഫുള്ളായിട്ട് കിട്ടുന്നില്ല. അപ്പോൾ അത് എന്താണെന്നുള്ളത് നോക്കണം. ജനറൽ സർവീസ് ചെയ്യണം. അതുപോലെ ഞാൻ പറഞ്ഞ പോലെ തെർമോസ്റ്റാറ്റ് വാൾവിൻ്റെ കേസ് ഒന്ന് നോക്കണം. അതുപോലെ EGRൻ്റെ വയറിംഗ് സർക്യൂട്ട് ഒന്ന് നോക്കണം. വയറിംഗ് സർക്യൂട്ട് എലി കടിച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഇവിടെയൊക്കെ കട്ടായി കിടക്കുകയാണ് വയർ, കണ്ടില്ലേ EGRൻ്റെ. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ആണ്. എലിയുടെ ഇതുണ്ട്, അവിടെ മാത്രമേ കടിച്ചിട്ടുള്ളൂ എന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും ഫുള്ളായിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം വയറിങ്. അതെന്തായാലും സോൾഡർ ചെയ്യണം. അപ്പോൾ ഇത്രയും വർക്കാണ് ഇതിനകത്തുള്ളത്. എന്തായാലും നമുക്ക് തെർമോസ്റ്റാറ്റ് വാൾവിൻ്റെ കാര്യം തന്നെ ആദ്യം തന്നെ നോക്കാം ഇതിനകത്ത്. അപ്പം നമ്മുടെ റിറ്റ്സിൻ്റെ വർക്ക് ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിലിപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട് സസ്പെൻഷൻ നോയ്സ് ഉണ്ടായിരുന്നു, അത് 2 ഷോക്കിൻ്റെ മൗണ്ട് പുഷ് പോയതായിരുന്നു. ആ 2 പുഷ് മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ റിയറിലെ ഷോക്ക് മാറ്റിയിട്ടുണ്ട്. റിയറിലെ ഷോക്ക് കംപ്ലീറ്റ് ആയിട്ട് ഓയിൽ അടിച്ച് ഒന്നുമില്ലാതായി പോയിരിക്കുകയായിരുന്നു, ഫുള്ളായി കംപ്ലീറ്റ് ആയിട്ട് പോയി. അപ്പോൾ അത് നമ്മൾ മാറ്റിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ലോവർ ആമിൻ്റെ ബോൾ ജോയിൻറ്റ് നല്ല ഷേക്കായിരുന്നു, അതും നമ്മൾ മാറ്റിയിട്ടുണ്ട്. പിന്നെ മേജർ സർവീസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ മറ്റേ വെള്ളത്തിൻ്റെ ലീക്ക്, ടെമ്പറേച്ചർ കയറുന്ന ഒരു കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു, അത് തെർമോസ്റ്റാറ്റ് വാൾവിൻ്റെ അവിടെ നിന്ന് ലീക്കായിരുന്നു. അത് നമ്മളിപ്പോൾ കംപ്ലീറ്റ്ലി സോൾവ് ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഏകദേശം ഒരു 3-4 മണിക്കൂർ റണ്ണിങ്ങിൽ വിട്ട് ഫാനിൻ്റെ വർക്കിംഗ് എല്ലാം നോക്കിയിട്ടാണ് ഇപ്പോൾ നമ്മൾ ടെസ്റ്റ് ഡ്രൈവിന് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റേ ഫാനിൻ്റെ വർക്കിങ്ങും കറക്റ്റ് ടൈമിൽ തന്നെ വർക്കാകുന്നുണ്ട്. ഇനിയിപ്പോൾ ചെറിയൊരു കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ വൈപ്പറിൻ്റെ ബ്ലേഡ് ഒന്ന് മാറ്റണം. അത് മാത്രം തന്നെ ഇപ്പോൾ മഴയാണ്, നല്ല മഴയുണ്ട് ഇവിടെ. അതുപോലെ ഇത് വൈപ്പർ കറക്റ്റ് സ്കോറിങ് വന്നുകൊണ്ടിരിക്കുകയാണ്, കറക്റ്റായിട്ട് വൈപ്പ് ആകുന്നില്ല. കണ്ടില്ലേ, അത് ഇപ്പോഴാണ് ഞാൻ നോക്കുന്നത്. നേരത്തെ സർവീസിന് മുന്നേ നോക്കണമായിരുന്നു, ഞാൻ നോക്കിയിട്ടില്ല, ശ്രദ്ധിച്ചില്ല. ഇപ്പോൾ നല്ല സ്കോറിങ് ഉണ്ട്, അത് കറക്റ്റായിട്ട് കാണാൻ പറ്റില്ല. രാത്രിയൊക്കെ പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ വൈപ്പർ ബ്ലേഡും കൂടെ നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ റഫ് റോഡിൽ നമ്മൾ ഓടിച്ച് നോക്കുകയാണ്. അതുപോലെ റിയറിലൊരു വീൽ ബാരിങ്ങും പോയിട്ടുണ്ടായിരുന്നു, അത് നമ്മൾ ചേഞ്ച് ചെയ്ത്. ഇനിയിപ്പോൾ എഞ്ചിൻ്റെ വാർണിംഗ് ലൈറ്റ് കെടുത്തിട്ടില്ല കേട്ടോ. അത് EGRൻ്റെ ഒരു വയറിങ്ങിൻ്റെ ഫോൾട്ട് പറഞ്ഞില്ല ഞാൻ, അതൊരു വയർ കട്ടായി കിടക്കുമായിരുന്നു. അപ്പോൾ ആ കട്ടാക്കിയത് ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എനിക്കൊന്ന് സ്കാൻ ചെയ്തൊന്ന് ക്ലിയർ ക്ലിയർ ആക്കിയിട്ടില്ല ഞാൻ, അതൊന്ന് ക്ലിയർ ആക്കി വിടണം. അതുപോലെ തന്നെ വീൽ ബാരിങ്ങിൻ്റെ സൗണ്ട്, അതുപോലെ സസ്പെൻഷൻ്റെ സൗണ്ട് ഒന്നുമില്ല, ഇപ്പോൾ പക്ക ക്ലിയർ ആണ്. ബാക്കിൽ റിയർ ഷോക്ക് നല്ലോണം ഓയിൽ അടിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല അതിലൊരു ഡസ്റ്റ് കവർ വരും, അതൊരു നൈലോണിൻ്റെ പോലെയാണ് കവർ വരുന്നത്, ഇത്തിരി ഹാർഡ് മെറ്റീരിയലാണ് വരുന്നത്. അത് അഴിഞ്ഞ് എങ്ങാനും താഴെ വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഷോക്കിൻ്റെ മേലെ കിടന്ന് കിടുകിട് എന്ന് പറഞ്ഞിട്ട് അടിക്കും. അത് ശരിക്കും കസ്റ്റമർക്ക് അതെന്താണെന്ന് അറിയില്ല, നമുക്കത് വിഷയമില്ല, എത്ര കാലം വേണമെങ്കിലും ഓടിക്കുക, സൗണ്ട് ഉണ്ടാകുന്നുള്ളൂ. കസ്റ്റമർക്ക് എന്തോ അഴിഞ്ഞ് വീഴുന്നു പൊട്ടിയിട്ട് നിൽക്കുകയാണെന്നാണ് വിചാരിക്കുന്നത്, മനസ്സിലായില്ല. അത്രയും ഹെവി നോയ്സ് അത് ഉണ്ടാക്കും. അപ്പോൾ നമ്മൾ ആ ഭാഗം മൊത്തം ക്ലിയർ, സസ്പെൻഷൻ്റെ ഭാഗവും സർവീസിൻ്റെ ഭാഗവും എല്ലാം പക്ക ക്ലിയർ ആണ് വണ്ടി. അതുപോലെ തന്നെ ടെമ്പറേച്ചറിൻ്റെ കാര്യം പക്ക ക്ലിയർ ആക്കിയിട്ടുണ്ട്.
അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് കാണുന്നവരെ എല്ലാവർക്കും ബൈ.